ഹലോ എവരി വൺ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജോർജിയയിലെ BSc നഴ്സിംഗ് പ്രോഗ്രാമിനെ കുറിച്ചാണ്. നമുക്കറിയാം +2 കഴിഞ്ഞപ്പോൾ കൂടുതൽ കുട്ടികളും നെക്സ്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ആൻസർ എന്ന് പറയുന്നത് BSc നഴ്സിംഗ് ആണ്. സോ എന്തുകൊണ്ടാണ് കുട്ടികൾ കൂടുതലും BSc നഴ്സിംഗിലേക്ക് പോകുന്നത്? നമുക്കറിയാം നഴ്സിംഗ് ഒരു പ്രോമിസിങ് കരിയർ തരുന്നുണ്ടല്ലേ. അതായത് കൂടുതലും അബ്രോഡ് ഏത് കൺട്രി പോയാലും നമുക്ക് സെറ്റിൽ ആവാൻ പറ്റുമെന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ അങ്ങനെയെങ്കിൽ +2 കഴിയുന്ന സമയത്ത് തന്നെ നമ്മൾ അബ്രോഡ് ഒരു കൺട്രി പോയിട്ട് നമ്മൾ BSc നഴ്സിംഗ് പഠിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതല്ലേ. കാരണം നമുക്കറിയാം കൂടുതലും ഈ ഒരു കാലഘട്ടത്തിൽ UK പോലെ USA പോലെയുള്ള കൺട്രീസിലൊക്കെ റിക്രൂട്ട്മെന്റ് കുറച്ച് കുറഞ്ഞു. കൊറോണയ്ക്ക് ശേഷമുള്ള ടൈമിൽ കുറച്ച് റിക്രൂട്ട്മെന്റ് കാര്യങ്ങളും കുറവാണ്. കാരണം ഓരോ കൺട്രിയിലും അവിടെ തന്നെ പഠിച്ച കുട്ടികൾക്ക് കൂടുതൽ പോസിബിലിറ്റി കൊടുക്കുന്ന സിസ്റ്റത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം നമുക്കറിയാം കേരളത്തിലെ കുട്ടികൾ ഇന്ത്യക്ക് പുറത്ത് പോയി BSc നഴ്സിംഗ് പഠിക്കുക എന്ന് പറയുമ്പോൾ അവർ ഫസ്റ്റ് ആലോചിക്കുന്ന കൺട്രി എന്ന് പറയുന്നത് ജർമ്മനിയാണ്. ഒരുപാട് പേര് US-ലും UK ലും ഓസ്ട്രേലിയ ന്യൂസിലാൻഡൊക്കെ പോകുന്നുണ്ട്. പക്ഷെ പലർക്കും ആ ഒരു കൺട്രീസ് ഒന്നും അത്രത്തോളം അഫോർഡബിൾ ആയിരിക്കില്ല. പിന്നെ ജർമ്മനി ഫ്രീ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ ഒരുപാട് കുട്ടികൾ 2-3 വർഷമായിട്ട് ജർമ്മൻ ലാംഗ്വേജ് കോച്ചിങ് നടക്കുന്നുണ്ട്. നമുക്കറിയാം ഒരു B2 ലെവലൊക്കെ പാസ്സായി എടുക്കുക എന്ന് പറയുന്നത് നല്ല ഡിഫിക്കൽട്ടാണ്. സോ അതിനുശേഷം നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഓസ് ബിൽഡിംഗ് ആണ്. ഈ ഓസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു കെയർ ഗിവിംഗ് പ്രോഗ്രാം മാത്രമാണ്, ഒരിക്കലും BSc നഴ്സിംഗോ അല്ലെങ്കിൽ നഴ്സിംഗോ തന്നെ അല്ല. അപ്പോൾ നമുക്കവിടെ കിട്ടുന്ന ഒരു സ്റ്റൈഫൻഡ് എന്ന് പറയുന്ന അവിടുത്തെ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പം നമുക്ക് ഓസ് ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാമിന് ശേഷം നമുക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു കൺട്രിയിലേക്ക് പോകാനോ ഒന്നും പോസിബിലിറ്റി ഇല്ല. നേഴ്സല്ല, നമ്മളൊരു കെയർ ഗിവർ, ഞാൻ ആ ഒരു ജോബിനെ വില കുറച്ച് കാണുകയല്ല. സോ ജർമ്മനിയിൽ ആ ഒരു പോസിബിലിറ്റിയാണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു അഫോർഡബിൾ ആയിട്ട് നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ, എന്നാൽ വെസ്റ്റേൺ കൾച്ചറിലുള്ള ആ ഒരു യൂറോപ്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്യുന്ന, നമുക്കറിയാം യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം ഉണ്ട്. ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു കൺട്രി ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമുക്കിടെ ആൻസറാണ് ജോർജിയ എന്ന് പറയുന്നത്. സോ ജോർജിയയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഞാൻ ഇന്ന് പരിചയപ്പെടുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയാണ്. സോ എന്തുകൊണ്ട് ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമ്പസിനകത്ത് തന്നെ മെഡിക്കൽ കോളേജ് ഉള്ള BSc നഴ്സിംഗ് പ്രോഗ്രാം ഉള്ള യൂണിവേഴ്സിറ്റികളിൽ ക്യാമ്പസിനുള്ളിൽ തന്നെ മെഡിക്കൽ കോളേജ് ഉള്ള ഏക യൂണിവേഴ്സിറ്റിയാണ് ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി ടിബിലിസിലാണ്. അതായത് നമുക്കറിയാം ജോർജിയയുടെ ക്യാപിറ്റലാണ് ടിബിലിസി എന്ന് പറയുന്നത്. അപ്പം ഈ ടിബിലിസി തന്നെയാണ് നമുക്ക് ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരില്ല. മാത്രമല്ല ക്യാപിറ്റലിലായതുകൊണ്ട് തന്നെ ഇവർക്ക് പാർട്ട് ടൈം ഓപ്ഷൻസ് കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഇനി ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇവിടുത്തെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് 3rd ഇയറിലോ 2nd ഇയറിലോ ഒരു സെമസ്റ്റർ അവർക്ക് ജർമ്മനി, പോർച്ചുഗൽ അല്ലെങ്കിൽ സ്വീഡൻ, ഈ 3 കൺട്രിയിൽ ഏതെങ്കിലും ഒരു കൺട്രിയിൽ ഫ്രീ ആയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അവർക്ക് വേറെ അതിനുവേണ്ടി ഫീസോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഏതെങ്കിലും ഒരു കൺട്രിയിൽ അവർക്ക് അപ്പോൾ നല്ലൊരു എക്സ്പോഷറാണ് കിട്ടുന്നത് അല്ലേ. അതായത് ജർമ്മനി തന്നെ അല്ലെങ്കിൽ പോർച്ചുഗലിലോ അല്ലെങ്കിൽ സ്വീഡനിലോ പോയിട്ട് അവർക്ക് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പോഷർ കിട്ടുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടൊരു ഓപ്ഷനാണത്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയിൽ ഫ്രീ ആയിട്ട് OETയുടെയും അതുപോലെ തന്നെ ജർമ്മൻ്റെയും കോച്ചിങ് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ കുട്ടികളും ചോദിക്കുന്ന കാര്യമാണ് ഫീസ്, എത്രത്തോളം എക്സ്പെൻസ് വരുന്നുള്ളത് അല്ലേ. അപ്പോൾ ടോട്ടലായിട്ട് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മൾ അത്യാവശ്യം നല്ലൊരു കോളേജിൽ BSc നഴ്സിംഗ് പഠിക്കണമെങ്കിൽ ഇപ്പം ഫീസ് തന്നെ ഏകദേശം 10-12 ലക്ഷം ഏകദേശം വരുന്നുണ്ട്. സോ അതേ എക്സ്പെൻസ് തന്നെ ജോർജിയയിലും വരുന്നുള്ളൂ. ഏകദേശം നമ്മൾ വിസ പ്രോസസ്സിംഗ് ചാർജ് അടക്കം ഒരു 12 ലക്ഷം രൂപയാണ് നമ്മൾ ടോട്ടൽ 4 വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. ലിവിങ് എക്സ്പെൻസ് വേറെയാണ് കേട്ടോ. അപ്പം ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ അത് സാധാരണ കുട്ടികൾ അവിടെ പാർട്ട് ടൈം ചെയ്ത്, നമുക്കറിയാം ജോർജിയ എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. അപ്പം ടിബിലിസിയിലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഉള്ളത്, ക്യാപിറ്റലിൽ തന്നെയാണ്. അപ്പോൾ ഒരുപാട് പാർട്ട് ടൈം ഓപ്ഷൻസ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എല്ലാ കുട്ടികളും തന്നെ പാർട്ട് ടൈം ഓപ്ഷൻ ചെയ്തിട്ടാണ് അവിടെ നമുക്ക് ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ട് ഒരുപാട് ടൈറ്റ് ഷെഡ്യൂളും കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം പാർട്ട് ടൈം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ലിവിങ് എക്സ്പെൻസ് എന്തായാലും മീറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ മറ്റൊരു കാര്യം പ്രത്യേകിച്ച് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല, നെക്സ്റ്റ് ഓരോ സെമസ്റ്ററിലെ ഫീസ് അടയ്ക്കാനും കൂടെ നമ്മൾ ഈ ഒരു പാർട്ട് ടൈം ചെയ്ത് നമുക്ക് ചെയ്യാമെന്ന് വെച്ചിട്ട് നടക്കുന്ന കാര്യമല്ല. കാരണം
BSc നഴ്സിംഗ് എന്ന് പറയുന്ന ഒരിക്കലും ഒരു ഈസി ഗോയിങ് ആയിട്ടുള്ള ഒരു കോഴ്സ് എന്നല്ല, ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലിവിങ് എക്സ്പെൻസിന് വേണ്ടി മാത്രം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പാർട്ട് ടൈം ഓപ്ഷൻസ് ചെയ്യാൻ പറ്റും എന്ന കാര്യമാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഏകദേശം നമുക്ക് ഫീസിൻ്റെ കാര്യം മനസ്സിലായി, ലിവിങ് എക്സ്പെൻസ് എങ്ങനെ മീറ്റ് ചെയ്യാനുള്ള കാര്യം മനസ്സിലായി. അടുത്തൊരു കാര്യം, നമ്മൾ സ്റ്റാർട്ടിങ് ഇവിടുന്ന് പോകുമ്പോൾ എത്ര എക്സ്പെൻസ് വരും? ഏകദേശം ഒരു 5 lakhs പ്ലസ് ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ് ഏകദേശം നമുക്കൊരു എക്സ്പെൻസ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കുട്ടി നമ്മുടെ ജോർജിയയിൽ BSc നഴ്സിംഗ് പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി, നമുക്കറിയാം ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയാണ് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മുടെ എക്സ്പേർട്സുമായിട്ട് സംസാരിക്കാം, എന്നോട് നേരിട്ട് വേണമെങ്കിൽ സംസാരിക്കാം, അല്ലെങ്കിൽ കൗൺസിലേഴ്സിനെ വിളിക്കാം, താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ മീറ്റ് വഴി സംസാരിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഓഫീസിൽ വരാം. ഓക്കെ, നമ്മുടെ ഓഫീസുകൾ നമ്മുടെ കണ്ണൂർ ജില്ല മുതൽ എറണാകുളം ജില്ല വരെ എല്ലാ ജില്ലയിലും ഓഫീസുണ്ട്. നേരിട്ട് വന്ന് വേണമെങ്കിലും സംസാരിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഒരു യൂണിവേഴ്സിറ്റി ഡിസൈഡ് ചെയ്യാം. അതിനുശേഷം ആപ്ലിക്കേഷൻ നേരത്തെ തന്നെ കൊടുക്കേണ്ടത്, കാരണം ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് തന്നെ അവിടുത്തെ സീറ്റ് ഏറ്റവും ആദ്യം ഫില്ല് ചെയ്യും. ഏകദേശം 150 സീറ്റാണ് ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനുള്ളത്. ഏകദേശം 80 സീറ്റോളം ഇപ്പോൾ തന്നെ ഫില്ലായിട്ടുണ്ട്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ മെയ് 1st വീക്കാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് അത്രയും സീറ്റ് ഫില്ലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി കുറച്ച് സീറ്റുകൾ മാത്രമേ ബാക്കിയുള്ളത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് കടക്കേണ്ടതുണ്ട്. അപ്പം അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളുടെ ഹെൽപ്പ് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അബൌട്ട് ജോർജിയയിലെ നഴ്സിങ്ങിനെ കുറിച്ച്, എസ്പെഷ്യലി ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയിലെ നഴ്സിങ്ങിനെ കുറിച്ച്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ഓക്കെ, അതിൻ്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, ഗുഡ് ബൈ.